നമസ്കാരം. ഗുരുപൂർണിമ. ആഷാഢമാസത്തിലെ വെളുത്ത വാവാണ് ഗുരുപൂർണിമ. വേദവ്യാസൻ്റെ ജന്മദിനമാണിത്. ഭാരതത്തിൻ്റെ ഗുരുസ്ഥാനം അലങ്കരിക്കുന്ന വ്യാസമഹാമുനി വേദങ്ങൾ നാലായി പകുത്തു പുരാണങ്ങളും ഇതിഹാസങ്ങളും നിർമ്മിച്ചാണ് ലോകഗുരുവായി തീർന്നത്. ഭാരത യുദ്ധത്തിന് കാരണക്കാരായ പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനായ വ്യാസൻ തന്നെ ആ യുദ്ധത്തെ ഇതിഹാസമാക്കി മാറ്റി എന്നതാണ് മഹത്വം. ഗുരുകുല സമ്പ്രദായം നിലനിന്ന കാലത്തായിരുന്നു ഗുരുപൂർണിമ ഏറെ പ്രസിദ്ധയായത്. ഗുരുവിന് ഈശ്വരതുല്യ സ്ഥാനമായിരുന്നു അന്ന്. വിദ്യയുടെ മാത്രമല്ല, ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും പര്യായമായിരുന്നു ഗുരു. ഗുരുപൂർണിമ ദിവസം വിദ്യാർത്ഥികൾ രാവിലെ ഗുരുവിൻ്റെ അടുത്തെത്തി അദ്ദേഹത്തെ പീഠത്തിലിരുത്തി പാദം കഴുകി മാലകൾ കൊണ്ടലങ്കരിച്ച് ദീപവും കൊണ്ട് ഒഴിഞ്ഞ് വസ്ത്രങ്ങളും പുഷ്പങ്ങളും പണവും സമർപ്പിച്ച് ഗുരുദക്ഷിണ നൽകി പോന്നിരുന്നു. ഈ ദിവസമാണ് ഗുരുക്കന്മാർ മന്ത്രദീക്ഷയും സന്യാസി ദീക്ഷയും ശിഷ്യർക്ക് നൽകിപ്പോന്നത്. പിതാവ്, മാതാവ്, അഗ്നി, അധ്യാപകർ, ആത്മാവ് ഇവർ 5 പേരും ഗുരുക്കന്മാരാണെന്ന് മഹാഭാരതം പറയുന്നു. ഗുരുകുലവാസം അവസാനിപ്പിച്ച് ദക്ഷിണയും നൽകി ശിഷ്യന്മാർ യാത്രയാകുന്ന സന്ദർഭം വരെ ഗുരു തന്നെയായിരിക്കും ഓരോ വ്യക്തിയുടെയും സർവസ്വവും. വന്നിഷ്ഠ മഹർഷിയുടെ പൗത്രനായ പരാശര മഹർഷിക്ക് കാളി എന്ന മുക്കുവ സ്ത്രീയിൽ വ്യാസൻ ജനിച്ചു. പിന്നീട് സത്യവതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കാളി ചേതി രാജാവായ വസുവിൻ്റെയും ബ്രഹ്മശാപത്താൽ മത്സ്യകന്യകയായി യമുനാ നദിയിൽ കഴിഞ്ഞിരുന്ന ആന്ത്രിക എന്ന അപ്സരശ്രീയുടെയും മകളായിരുന്നു. ഒരു മുക്കുവൻ്റെ വലയിൽ കുടുങ്ങിയ ആന്ത്രികയുടെ വയറ്റിൽ നിന്ന് ലഭിച്ച പെൺകുട്ടിയാണ് കാളി. മുക്കുവക്കുടിൽ ഒരപ്സര കന്യകയെപ്പോലെ കാളി വളർന്നു. യമുനാ നദിയിൽ കടത്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന വളത്തച്ഛനെ അവർ സഹായിച്ചു പോന്നു. ഒറ്റയ്ക്ക് യാത്രക്കാരെ കയറ്റി അക്കരെ വരെ കൊണ്ടുപോയിരുന്നു. ഒരിക്കൽ പരാശര മഹർഷി നദിക്കരയിലെത്തുകയും തന്നെ അക്കരെ വരെ കടത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പരാശര മഹർഷിക്ക് കാളിയിലുണ്ടായ മകനാണ് വ്യാസൻ. വ്യാസൻ പെട്ടെന്ന് തന്നെ വളർന്നു. തനിക്ക് വേണ്ടതെല്ലാം തപസ് ചെയ്ത് നേടിയ വ്യാസൻ പല ഗോത്രങ്ങളായി പല സ്ഥലത്തും കിടക്കുന്ന വേദങ്ങളെ ശേഖരിച്ച് തരംതിരിച്ച് ക്രോഡീകരിച്ചു. ഉപനിഷത്തുകളെ ആധാരമാക്കി വേദാന്ത സൂക്തം നിർമ്മിച്ചു. 18 പുരാണങ്ങളിലൂടെ വേദതത്വങ്ങൾ ഉപദേശിച്ചു. താൻ നേടിയ സർവ്വ അറിവുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാഭാരതം രചിച്ചു. പുത്രന്മാരുണ്ടാകാൻ ഗാന്ധാരിക്ക് വരം കൊടുത്തതും വ്യാസനാണ്. തൻ്റെ കൊച്ചുമക്കളായ കൗരവ പാണ്ഡവന്മാർപ്പെട്ട കുരുക്ഷേത്ര യുദ്ധത്തിൽ പക്ഷം പിടിക്കാതെ മാറി നിന്ന വ്യാസൻ ധർമ്മം നിലനിർത്താൻ ആ യുദ്ധത്തെ കഥാരൂപത്തിൽ ഇതിഹാസമാക്കി മാറ്റി ലോകത്തിന് സമർപ്പിച്ചു. മഹാഭാരത യുദ്ധം പണ്ടെങ്ങോ നടന്ന ഒരു യുദ്ധമല്ല, ഓരോ മനുഷ്യരിലും എപ്പോഴും നടക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ പ്രതീകമാണ്. ജീവിതത്തിലെ ധർമ്മമാണ് ധർമ്മപുത്രൻ, ബലമാണ് ഭീമസേനൻ, വീര്യമാണ് അർജുനൻ, സൗന്ദര്യവും ബുദ്ധിയുമാണ് നകുലനും സഹദേവനും, ദാക്ഷിണ്യം എന്ന ഗുണമാണ് പാഞ്ചാലി, അന്തരാത്മയായ ആത്മാവാണ് ശ്രീകൃഷ്ണൻ, അസൂയ ദുര്യോധനും, വിദ്വേഷം ദുശാസനും, ദുരാഭിമാനമാണ് കർണൻ. നല്ല ഗുണങ്ങളെ പാണ്ഡുപുത്രന്മാരായും ചീത്ത ഗുണങ്ങളെ അന്ധനായ ധൃതരാഷ്ട്രരുടെ പുത്രന്മാരായും ചിത്രീകരിച്ചു. അവസാന ജയം ധർമ്മത്തിൻ്റെതാണെന്നും വ്യാസൻ നമ്മെ പഠിപ്പിക്കുന്നു. പാണ്ഡവരുടെ അവസാന യാത്രയിൽ എല്ലാവരും വീണിട്ടും
ധർമ്മപുത്രർക്കൊപ്പം ഒരു പട്ടി മാത്രം പരലോകത്ത് പോയ കഥ കൊണ്ട് തന്നെ ബലവും വീര്യവും സൗന്ദര്യവും ബുദ്ധിയും എല്ലാം പോയി ധർമ്മം മാത്രം ശേഷിക്കുമെന്ന ശാശ്വത സത്യം ലോകത്തെ ഓർമ്മിപ്പിച്ചു വ്യാസൻ ലോകഗുരുസ്ഥാനം അലങ്കരിക്കുന്നു. 1.25 ലക്ഷം വരുന്ന ശ്ലോകങ്ങളിലൂടെ മഹാഭാരതം 5ാമത്തെ വേദമായി. വ്യാസമുനിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഗുരുപൂർണിമ 2024 ജൂലൈ 21 നമുക്ക് ഏവർക്കും ആഘോഷിക്കാം. നന്ദി, നമസ്കാരം.